ഹേ, എൻ്റെ കുറച്ച് വീഡിയോസ് കണ്ടവർക്ക് അറിയാം. ഇപ്പോൾ ഇതിനു മുമ്പുള്ള ഞാൻ ഈ വീഡിയോ തന്നെ ഇട്ട ക്ലിപ്സിനകത്ത് ഞാനാണെങ്കിൽ കോൺസെൻട്രിക് ഭാഗം എക്സ്പ്ലോസീവായിട്ട് ചെയ്തിട്ട് എക്സെൻട്രിക് പാർട്ടാണ് കുറച്ചുകൂടെ പയ്യെ ചെയ്യുന്നത്. അതിൻ്റെ റീസൺ ചോദിക്കും എല്ലാവരും. കാരണം എല്ലാവരും ഒന്നെങ്കിൽ ജിമ്മിൽ അതിൻ്റെ പാർട്ടം സ്പീഡ് ചെയ്യും, അല്ലെങ്കിൽ എല്ലാ പാർട്ടും സ്ലോ ചെയ്യും. അത് തന്നെ ചെയ്യാറുള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു എന്നാണ് എൻ്റെ റീസൺ. ഇത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റീസൺ പറയാനാണെങ്കിൽ ഞാൻ ജെഫ് നിപ്പണിൻ്റെ സ്റ്റഡി വായിച്ചായിരുന്നു. അതിൽ പുള്ളി പറഞ്ഞൊരു സ്റ്റഡി പുള്ളിയുടെ വീഡിയോയിൽ റെഫർ ചെയ്ത. അപ്പോൾ പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ കോൺസെൻട്രിക് പാർട്ടിലെ റെപ്പിൻ്റെ അതായത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നമ്മുടെ എക്സെൻട്രിക് പാർട്ടിനെ പാടി അല്ല, എക്സെൻട്രിക് പാർട്ടാ കോൺസെൻട്രിക് പാർട്ടിനെ കാര്യം എല്ലാം തെറ്റിപ്പോകുന്നു. അപ്പോൾ അത് ആണ് ഒരു റീസൺ. നമുക്കിപ്പോൾ എനിക്ക് മസിൽ ഗ്രോത്താണ് നോക്കുന്നത്. അപ്പോൾ അത് ഫോക്കസ് ചെയ്യുന്നിടത്ത് എനിക്ക് എക്സെൻട്രിക് പാർട്ട് കിട്ടിയാൽ മതി. എസ്പെഷ്യലി ലാസ്റ്റ് കുറച്ച് റെപ്പ്, അത് ഞാൻ ഫോസ്റ്റ് റെപ്പാണ്. അപ്പോൾ അത് ഞാൻ എണ്ണുന്ന പോലും ഇല്ല. എനിക്കിപ്പോൾ എനിക്ക് റെപ്പ് കിട്ടിയാൽ മതി. എന്തായാലും എൻ്റെ ടാർഗറ്റ് മസിൽ പക്ക ഫുൾ ബ്ലോൺ ഔട്ട് ആവും. അതാണ് ടാർഗറ്റ് വരണം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇംപ്ലിമെൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് പക്ക ആയിട്ട് കുറച്ച് ഒരു 10 റെപ്പെല്ലാം ചെയ്ത് നിങ്ങൾക്ക് ഫുൾ റെപ്പ് ചെയ്യാൻ പറ്റുന്ന തോന്നുവാണെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ഹെൽപ്പ് വെച്ചോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഒമ്പതത്തെ ഹെൽപ്പ് വെച്ചോ നിങ്ങൾ ആ റെപ്പ് നിങ്ങൾ മസിൽ കോൺട്രാക്റ്റ് ആ ഫീസിൽ കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് അത് സ്ട്രെച്ച് ആവുന്ന പൊസിഷനിലോട്ട് പയ്യെ ഒരു 5-10 സെക്കൻഡ് നെഗറ്റീവ് വെച്ച് ചെയ്യുക. അതൊക്കെ നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റിയാണ്. അതൊക്കെ അങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ എഫക്റ്റ് കിട്ടും. കുറച്ചുകൂടെ നിങ്ങൾക്ക് ഫീൽഡിൻ്റെ അടുത്ത് പോകും.